ഈ പോസ്റ്റ് ഓഫീസ് എന്തിനാണ് ബാങ്കിങ് സ്റ്റാർട്ട് ചെയ്തത്? 2 ദിവസം മുന്നേ പോസ്റ്റ് ഓഫീസിൽ പോയപ്പോഴത്തേക്കുമാണ് ശ്രദ്ധയിൽപ്പെട്ടത് ഒരു നീണ്ട ക്യൂ, അതും ബാങ്കിങ്ങിന് വേണ്ടിയിട്ട്. ജസ്റ്റ് ഗൂഗിൾ നോക്കിയപ്പോൾ കണ്ട കൗണ്ട് വളരെയധികം ഇംപ്രസ് ചെയ്യിപ്പിച്ചു. അതായത് 9 കോടി ഇന്ത്യൻ സിറ്റിസൺസ് ആണ് പോസ്റ്റ് ഓഫീസ് ബാങ്കിങ്ങിൽ അക്കൗണ്ട് തുടങ്ങിയിട്ടുള്ളത്. എന്തിനാണ് പോസ്റ്റ് ഓഫീസ് ബാങ്കിങ് സ്റ്റാർട്ട് ചെയ്തത്? ഡീറ്റെയിൽ ഇത് പറഞ്ഞുതരാം. പോസ്റ്റ് ഓഫീസിന് 1.5 ലക്ഷം ബ്രാഞ്ചസ് ആണ് ഇന്ത്യയിലുള്ളത്. അതും ഇന്ത്യയുടെ ഏത് കോർണറിലേക്ക് നമ്മൾ പോയാലും പോസ്റ്റ് ഓഫീസിന് എന്തുണ്ട്? ബ്രാഞ്ചസ് ഉണ്ട്. SBIക്കും HDFCക്കും ഉള്ളത് 22,000 മുതൽ 30,000 ആ ഒരു റേഞ്ചിൽ നിൽക്കുന്ന ബ്രാഞ്ചസ് ആണ്. അപ്പൊ സീറോ ഇൻവെസ്റ്റ്മെന്റ് പോസ്റ്റ് ഓഫീസിന് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? ഒരു ബാങ്കിങ് ഫെസിലിറ്റി അവരുടെ കസ്റ്റമേഴ്സിലേക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. ഏത് കോർണറിലും ബ്രാഞ്ചസ് ഉണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ സീറോ കോമ്പറ്റീഷനുമാണ്. കഴിഞ്ഞ വർഷം 760 കോടി രൂപയുടെ ടേൺ ഓവറാണ് പോസ്റ്റ് ഓഫീസ് കൊണ്ടുവരാനായിട്ട് സാധിച്ചത്. ഏകദേശം 20 കോടിയിലേറെ തന്നെ എന്താണ് പ്രോഫിറ്റുമാണ്. അതൊരു ബിഗിനിങ് മാത്രമാണ്. അപ്പൊ നമുക്കറിയാത്ത പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. ഫോളോ ഫോർ മോർ.